ആരാധന. ഹല്ലേലൂയ. ഹല്ലേലൂയ. അടുത്ത് നിൽക്കുന്നവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ചോദ്യം, നീ ആരുടെ ഇഷ്ടമനുസരിച്ചാണ് നിന്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുന്നത്? ആരുടെ ഇഷ്ടമനുസരിച്ചാണ്, ആരുടെ കാഴ്ചപ്പാടിലൂടെയാണ്, അല്ലെങ്കിൽ ആർക്കു വേണ്ടിയാണ് നീ ജീവിതം ക്രമപ്പെടുത്തുന്നത്? ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ പണ്ടുണ്ടായിരുന്ന, ഈശോയുടെ സമയത്തുണ്ടായിരുന്ന ഒരു കളിയെക്കുറിച്ച് സൂചിപ്പിച്ച് തന്റെ സന്ദേശം പറയുകയാണ്. കളി ഇങ്ങനെയാണ്: രണ്ട് ഗ്രൂപ്പുകളുണ്ട്. കുട്ടികൾ തെരുവിൽ കളിക്കുന്ന രണ്ട് ഗ്രൂപ്പുകൾ. അതിൽ ഒരു ഗ്രൂപ്പ് ആളുകൾ ആനന്ദഗാനമാണ് പാടുന്നതെങ്കിൽ മറ്റേ ഗ്രൂപ്പിലുള്ള ആളുകൾ നൃത്തം വയ്ക്കണം. ഇനി ഒരു ഗ്രൂപ്പിലുള്ള ആളുകൾ വിലാപഗാനമാണ് ആലപിക്കുന്നതെങ്കിൽ മറ്റവർക്ക് കരയാൻ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലെങ്കിലും അവര് കരഞ്ഞുകൊള്ളണം. അതൊരു കളിയാണ്. അപ്പൊ ഇവര് വിലാപഗാനം ആലപിക്കുന്നു. അപ്പൊ ആരാണോ നിയന്ത്രിക്കുന്നത് അവരുടെ ഇഷ്ടമനുസരിച്ചാണ് സ്റ്റേജിലുള്ളവർ പെർഫോം ചെയ്യേണ്ടത്. അതാണ് കളി. എന്നിട്ട് ചില സമയത്ത് കൊതിയെടുക്കുമെന്ന് പറയുന്നതുപോലെ കളിക്കുമ്പോ കൊതിയെടുത്തിട്ട് തല്ലുപിടിച്ചിട്ട് പറയും, ഞങ്ങൾ വിലാപഗാനം ആലപിച്ചു, നിങ്ങൾ കരഞ്ഞില്ല. ഞങ്ങൾ ആനന്ദ നൃത്തം ആലപിച്ചു, നിങ്ങൾ ഡാൻസ് വെച്ചില്ല. അങ്ങനെയാണ് കളിയിൽ തല്ലുപിടുത്തം ഉണ്ടാകുന്നത്. യെസ്. എന്നിട്ട് ഈശോ പറയുകയാണ്, നിങ്ങൾ ഈ കുട്ടികളെ പോലെയാണ്. നിങ്ങൾ ഈ പരിഭവം പറയുന്ന, പരാതി പറയുന്ന, കുറ്റം പറയുന്ന ഈ കുട്ടികളെ പോലെയാണ്. കാരണം സ്നാപക യോഹന്നാൻ ഉപവസിക്കുന്നവനും മരുഭൂമിയിൽ വസിക്കുന്നവനും രോമം കൊണ്ടുള്ള വസ്ത്രം ധരിക്കുന്നവനുമൊക്കെയായി വന്നു. നിങ്ങൾ പറഞ്ഞു സ്നാപക യോഹന്നാൻ പിശാചുബാധിതനാണ്, അവന് ബോധമില്ലെന്ന് പറഞ്ഞു, അവനെ പിശാചു പിടിച്ചില്ല. ഇനി മനുഷ്യപുത്രൻ ഭക്ഷിക്കുന്നവനും തിന്നുന്നവനും കൂട്ടുകൂടുന്നവനും ഒക്കെയായി വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞു ഇതൊരു അഴകുഴപ്പൻ പ്രവാചകനാണെന്ന് പറഞ്ഞു, ഇയാൾ ആള് ശരിയല്ലെന്ന് പറഞ്ഞു. എന്നിട്ട് ഈശോ പറയുകയാണ്, എന്നാൽ ജ്ഞാനം അതിന്റെ പ്രവർത്തികളിലൂടെ നീതീകരിക്കപ്പെടുന്നു. അവിടെയാണ് നമ്മുടെ ഫോക്കസ്. ജ്ഞാനം എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ കണ്ണിലൂടെ കാണാനുള്ള കഴിവിനെയാണ് ജ്ഞാനം എന്ന് പറയുന്നത്. ആളുകൾ എന്ത് പാടുന്നു, ആളുകൾ എന്ത് ചെയ്യുന്നു, ആളുകൾ എന്ത് പ്രതീക്ഷിക്കുന്നു എന്നതിനപ്പുറം എന്നെക്കുറിച്ച് ദൈവത്തിന്റെ പദ്ധതി എന്താണ്? സ്നാപക യോഹന്നാനെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി ഒന്നായിരുന്നു, ഈശോയെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി മറ്റൊന്നായിരുന്നു. രണ്ടും ഒരുപോലെയല്ല. ഇതുപോലെ തന്നെ ഓരോ മനുഷ്യനെ കുറിച്ചുമുള്ള ദൈവത്തിന്റെ പദ്ധതി ഒരുപോലെയല്ല, വ്യത്യസ്തങ്ങളാണ്. അപ്പോൾ എന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി എന്താണെന്ന് കണ്ടെത്തി ആ പദ്ധതി അനുസരിച്ച്, ദൈവത്തിന്റെ പാട്ടനുസരിച്ച് എന്റെ ജീവിതത്തിന്റെ നൃത്തത്തിന്റെ ചുവടുകൾ ക്രമപ്പെടുത്തുമ്പോഴാണ് അത് ജ്ഞാനത്തിന്റെ ജീവിതമായി മാറുന്നത്. നമുക്ക് കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അങ്ങനെ ആ ജ്ഞാനമനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്താൻ ഈശോ നമ്മെ ക്ഷണിക്കുകയാണ്. നമ്മുടെ പുൽക്കൂട്ടിലേക്കുള്ള യാത്രയുടെ ഈ 13-ാം ദിവസം രക്തസാക്ഷിയായ വിശുദ്ധ ലൂസിയുടെ തിരുനാൾ കൂടെ നമ്മൾ ഇന്ന് ആഘോഷിക്കുമ്പോൾ ദൈവത്തിന്റെ ഹിതമനുസരിച്ച്, ദൈവത്തിന്റെ പാട്ടനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തിയ, ജീവിതത്തിന്റെ തീരുമാനങ്ങളെ നിശ്ചയിച്ച വിശുദ്ധ ലൂസിയുടെ മാധ്യസ്ഥം നമുക്ക് കൃപയായി, ശക്തിയായി മാറട്ടെ. നമ്മുടെ അനുദിന ജീവിതത്തിൽ കർത്താവിന് പ്രീതികരമായത്, കർത്താവിന്റെ ഇഷ്ടം അന്വേഷിക്കുന്നതിനേക്കാൾ അധികം നമ്മുടെ തന്നെ ഇഷ്ടങ്ങളും മറ്റുള്ളവരുടെ ഇഷ്ടങ്ങളും അന്വേഷിച്ച് വഴിതെറ്റിപ്പോയ സമയങ്ങളെ ഓർത്ത് നമുക്ക് അനുതപിക്കുകയും മാപ്പപേക്ഷിക്കുകയും ചെയ്യാം. കരങ്ങൾ ഉയർത്തി 21 പ്രാവശ്യം യേശുനാമം വിളിച്ച് പാപപരിഹാരം ചെയ്യാം. ഈശോയേ
ഈശോയേ, ഈശോയേ,